ചരിത്രത്തിൽ അറിയപ്പെട്ട മറ്റൊരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. അത് മഹദിയായ മൈമൂന ബീവി റളിയല്ലാഹു അൻഹയുടെ വിവാഹമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനത്തെ ഭാര്യയാണ് മഹദിയായ മൈമൂന ബീവി റളിയല്ലാഹു അൻഹ. ആ മൈമൂന ബീവിയുടെ മഖ്ബറ ഇവിടെ നിന്ന് 8 കിലോമീറ്റർ അടുത്തുള്ള ഒരു സ്ഥലത്ത് നവാരിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ ആയിഷ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 8 കിലോമീറ്റർ യാത്ര ചെയ്താൽ നവാരിയ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. വാദി സെരിഫ് എന്നാണ് കിതാബുകളിൽ കാണുക. ആ വാദി സെരിഫിൽ വെച്ചുകൊണ്ടാണ് മൈമൂന ബീവി റളിയല്ലാഹു അൻഹ മഹദിയായ മൈമൂന ബീവി റളിയല്ലാഹു അൻഹ അവരെ കല്യാണം കഴിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാദി സെരിഫിൽ വെച്ചാണ്. അവരുടെ ഒരു പ്രത്യേകത, എവിടുന്നാണോ കല്യാണം കഴിച്ചത് ആ നിക്കാഹ് നടന്ന സ്ഥലത്ത് തന്നെ രാത്രി വീട് കൂടുകയും അവിടെ തന്നെ വീടാവുകയും അവിടെ തന്നെ മരിക്കുകയും അവിടെ തന്നെ മറവ് ചെയ്യുകയും ചെയ്ത മഹദി എന്ന ഒരു പ്രത്യേകത മൈമൂന ബീവിക്കുണ്ട്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിവാഹം കഴിച്ചത് വാദി സെരിഫിലെ ഒരു മരത്തിന്റെ ചുവട്ടിലാണ്. അവിടെയാണ് അവരെ വീടുണ്ടായിരുന്നത്. വാദി സെരിഫിൽ തന്നെയാണ് ആ മഹദി വഫാത്തായത്. വാദി സെരിഫിലെ ഒരു കെട്ടിന്റെ ഉള്ളിൽ ഇന്നും അവരുടെ ആ മഖ്ബറ കാണുന്നുണ്ട്. മഹദിയായ മൈമൂന ബീവിക്ക് രോഗമായപ്പോൾ അവര് പറഞ്ഞു, എന്നെ മദീനത്ത് നിന്ന് പെട്ടെന്ന് മക്കയിലേക്ക് കൊണ്ടുപോകണം. എന്റെ നബി പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിക്കുക എന്റെ വീട്ടിലാണ്, എന്നെ അവിടെയാണ് മറവ് ചെയ്യുക എന്ന് എന്റെ നബി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മദീനയിൽ നിന്ന് രോഗമായപ്പോൾ ഇങ്ങോട്ട് വന്ന സ്വഹാബി വനിതയാണ്, മുത്തുനബിയുടെ ഭാര്യയാണ് മഹദിയായ മൈമൂന ബീവി റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് അവരെ ഖബർ ഇവിടെ വന്നത്. അതുപോലെ ഇൻഷാ അല്ലാഹ് നമുക്ക് അതൊക്കെ പിന്നീട് ഒരു യാത്രയിൽ കാണാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് നമ്മൾ ആയിഷ പള്ളിയിൽ ഉംറക്ക് ഇഹ്റാം ചെയ്യാനാണ് പോകുന്നത്. രണ്ടാമത്തെ ഒരു സംഭവം തനീബിലെത്തി. ഇൻഷാ അല്ലാഹ് ചരിത്രങ്ങൾ പറയുന്നില്ല, ഒരുപാട് പറയാനുണ്ട്. ഇവിടെ 1-2 സംഗതികൾ നമുക്ക് ശ്രദ്ധിക്കാണ്ട് അത് പറയാം. ഇവിടെ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം, അവരെ തൂക്കിക്കൊന്ന സ്ഥലം ഞാൻ രാവിലെ ചരിത്രത്തിൽ പറഞ്ഞിരുന്നു, ഓർമ്മല്ലേ? അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ സ്നേഹിച്ച മഹാനായ ഹുബൈബ്. ഓരോ റബീഉൽ അവ്വൽ നമ്മളെ കുട്ടികൾ മീലാദ് പരിപാടികളിൽ പറയുന്ന ചരിത്രം നമ്മൾ കേൾക്കാറുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ മഹബ്ബത്ത് വെച്ച ആ സ്വഹാബി അവസാനം, നിന്നെ ഞങ്ങൾ ഒഴിവാക്കിക്കൊള്ളാം, നിന്നെ ഞങ്ങൾ കൊല്ലാതെ വിട്ടുകൊള്ളാം, നിന്നെ തൂക്കുമരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊള്ളാം, ഈ സ്ഥാനത്ത് നിന്റെ നേതാവ് മുഹമ്മദ് ആയിരുന്നെങ്കിൽ എന്ന് പറയണം എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല, ഞാൻ അതിന് തയ്യാറാവുകയില്ല. എന്റെ നേതാവിന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു. ഒടുവിൽ ആ ശത്രുക്കൾ കബാലികന്മാരവരെ തൂക്കിലേറ്റി കൊന്നുകളഞ്ഞു. ആ ചരിത്ര സംഭവം നടന്ന തൻഈമിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. നമ്മുടെ മുന്നിൽ കാണുന്ന പ്രദേശങ്ങൾ തൻഈമാണ്. ഈ തൻഈമിൽ നമ്മളിപ്പോ കടന്നു പോകുമ്പോൾ ഇടതുഭാഗത്ത് മസ്ജിദുൽ ഇഹ്സാൻ എന്നാണ് എന്റെ ഓർമ്മ, ഒരു പള്ളിയുണ്ട്. ആ പള്ളി നിന്ന സ്ഥലത്താണ് ആ സംഭവം നടന്നത് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കിതാബുകളിൽ കൃത്യമായ രേഖ, സംഭവം നടന്നതേ ഉള്ളൂ, ഏത് സ്ഥലത്താണെന്ന് അറിയില്ല. പക്ഷേ പലരും പറയുന്നത് ആ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കിക്കൊന്നത് ഇവിടെ കാണുന്ന ഇടതുഭാഗത്തതാ ഒരു പള്ളി കാണും. ഇൻഷാ അല്ലാഹ് ഏകദേശം അടുത്തെത്തി. ആ പള്ളി നിൽക്കുന്ന സ്ഥലത്താണ് ആ സ്വഹാബിയെ തൂക്കിക്കൊന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ സ്ഥലവും നമുക്ക് കാണാം. ഇവിടെ എത്തിയാൽ എല്ലാവരും ശ്രദ്ധിക്കുക, പള്ളിയിൽ കയറുക. നിസ്കരിക്കാത്ത ആളുകൾ അസ്ർ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ മതി. എന്നിട്ട് അസ്ർ നിസ്കരിക്കുക. അസ്ർ നിസ്കരിച്ച ആളുകൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഒന്നുകൊടുത്ത് റെഡിയായി ഇഹ്റാമിന് ഒരുങ്ങുക. കണ്ട ഇടതുഭാഗത്ത് ഒരു പള്ളി കാണുന്നുണ്ടോ? ഈ ഇടതുഭാഗത്ത് കുറച്ച് മുന്നിലേക്ക് നോക്കിയാൽ ഒരു പള്ളി കാണാം. റോഡ് ഈ പാലം കഴിഞ്ഞ ഉടനെ ഇടതുഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. കണ്ടില്ലേ? എന്താ പള്ളിയുടെ പേര് കാണുന്നില്ലേ? ഹലോ, കേൾക്കി, ശ്രദ്ധിക്ക്, കണ്ടാകാം. എന്താണ് പള്ളി? ജാമിഉൽ ഇഹ്സാൻ അല്ലേ? അല്ലേ? അതാ പള്ളി ഇടതുഭാഗത്ത് ആ മലയുടെ ചോട്ടിൽ കണ്ടില്ലേ? ആ പള്ളി അവിടെയാണ് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കി വന്ന ഒരു മലയുടെ അടിഭാഗത്താണ്. ആയിഷ പള്ളിന്റെ അടുത്തുനിന്ന് ഒരു 100 മീറ്റർ അകലെ, ഏകദേശം 100 മീറ്റർ തന്നെയാണ്, അതിന്റെ ഉള്ളിലാണ്. അപ്പൊ ആ സംഭവങ്ങളൊക്കെ നടന്നത് അവിടെയാണ്.
അവിടെയാണ്. ഇവിടെ ഒരു തൂണുണ്ടോ മുന്നിലിതാ, ഈ തൂണ് ഇതാണ് ഹറമിന്റെ അതിർത്തി. കണ്ടില്ല, അതാ അടുത്തൊരു തൂണ് കണ്ടില്ലേ? ഇപ്പൊ നമ്മുടെ ഹറമിന്റെ പുറത്തെത്തിട്ടോ. ഇപ്പൊ നമ്മൾ എവിടെ എത്തി? ഹറമിന്റെ പുറം ഭാഗത്തെത്തി. ഇവിടെ നമുക്ക് എവിടുന്ന് ഉംറ ചെയ്യാം. അപ്പൊ ഈ ആയിഷ പള്ളി നിൽക്കുന്നത് എവിടെയാണ്? ഹറമിന്റെ പുറം ഭാഗത്താണ്. അതാണ് നമ്മള് ഹറമിൽ മക്കയിലുള്ള ഒരാള് ഉംറത്ത് ഇഹ്റാം ചെയ്യണമെങ്കിൽ ഹറമിന്റെ പുറത്തേക്ക് വരണം എന്ന് പറഞ്ഞത്. ഇവിടെ നിന്ന് ചെയ്യാം. ഇതാണ് ഏറ്റവും അടുത്ത പ്രദേശം. ഇനി 20 കിലോമീറ്റർ ഉണ്ട്, 22 കിലോമീറ്റർ ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടേക്ക് നമ്മൾ പോകും. അവിടെ നിന്നാണ് റസൂലുള്ളാഹി ഇഹ്റാം ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജഅറാന എന്ന് പറയും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് അങ്ങോട്ട് പോകാം.